കനത്ത മഴയിൽ മലപ്പുറം വഴിക്കടവിൽ വ്യാപക നാശനഷ്ടം. പൗൾട്രി ഫാമിൽ വെള്ളം കയറി 3000 കോഴികൾ ചത്തു. YS അഭിനന്ദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അഭിനന്ദ്, തികച്ചും അപ്രതീക്ഷിതമായ മഴയും സാഹചര്യങ്ങളുമാണ് അവിടെ ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു. ഈ നാശനഷ്ടങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള സഹായം ലഭിക്കാനുള്ള ഇടപെടലുകൾ അങ്ങനെയുള്ള സാധ്യതയുണ്ടോ? ഗോകുൽ, ഇന്നലെ വൈകുന്നേരമാണ് മലപ്പുറം ജില്ലയിൽ അതിശക്തമായ മഴയുണ്ടായത്. അതിൽ ഏറ്റവും കൂടുതൽ തന്നെ മഴ ബാധിച്ച സ്ഥലമെന്നത് നിലമ്പൂർ വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിലാണ്. ഇപ്പോൾ ഉള്ളത് ഈ പൂവത്തിൻപോയിൽ പ്രദേശത്താണ്. നമ്മൾ അല്പം മുമ്പ് ഒരു ചിപ്സ് ഫാക്ടറിയിലുണ്ടായ നാശനഷ്ടമാണ് കാണിച്ചെങ്കിൽ ഇപ്പോൾ ഉള്ളത് ഈ പൗൾട്രി ഫാമിലുള്ള നാശനഷ്ടമാണ്. ഇന്നലെ വൈകിട്ട് ഏതാണ്ട് ഒരു 10 മിനിറ്റ് മാത്രമായിരുന്നു ഈ ഭാഗങ്ങളിൽ മഴയുണ്ടായിരുന്നത്. വലിയ മലവെള്ളപ്പാച്ചിലിൽ ഇവിടെയുള്ള ഏതാണ്ട് 2000 കോഴികളാണ് ചത്തിരിക്കുന്നത്. ഇവർക്കുണ്ടായതുകൊണ്ട് 5 ലക്ഷം രൂപയിലധികം നാശനഷ്ടമാണെന്നാണ് ഇപ്പോൾ ഉടമയടക്കം വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ പൗൾട്രി ഫാമിന്റെ ഉടമ ജാഫർ കൂടി ഇപ്പോൾ 24ഓടൊപ്പം ചേരുന്നുണ്ട്. വൈകുന്നേരം കുറച്ച് സമയം ഉണ്ടായ മഴയാണ് വലിയ നാശനഷ്ടത്തിലേക്ക് പോകുന്നത്. ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞൊരു 3-3:30 കൂടിയാണ് മഴ ആരംഭിച്ചത്. പിന്നെ പെട്ടെന്ന് ശക്തി പ്രാപിച്ച് ഈ പ്രദേശത്ത് ഇത് ആദ്യമായിട്ടാണ്. ഏകദേശം 15 വർഷത്തോളം ഈ ഷെഡുകൾ, ഈ ഫാമുകൾ ഇവിടെ നടക്കുന്നു. ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പെട്ടെന്നുള്ള മലവെള്ളപ്പാച്ചിലായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കോഴികളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പോലും ഒരു സാവകാശം കിട്ടാതെ ഒന്നായിട്ട് ചത്തണം. ആകെ നഷ്ടമൊക്കെ തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിച്ചോ? സ്ഥാപനങ്ങളെ അറിയിക്കാനുള്ള നടപടികളൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ മേഖല എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഈ ഇറച്ചിക്കോഴി മേഖല എന്ന് പറഞ്ഞാൽ പോൾട്രി ഫാം എന്ന് പറഞ്ഞാൽ വലിയ പ്രതിസന്ധിയെ നേരിടുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഇത്തരം ഷെഡുകൾക്കൊക്കെ കൊമേഴ്ഷ്യൽ ടാക്സ് കൊടുത്തിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഞങ്ങൾക്ക് കൃഷിയായിട്ടിത് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ അത്തരം ഒരുപാട് പ്രശ്നങ്ങൾ അതിജീവിച്ചുകൊണ്ടാണ് ഇതൊക്കെ നടത്തി കൊണ്ടുപോകുന്നത്. അതന്നെയാണ് ഗോകുൽ പറയുന്നത്. ധാരാളം പ്രതിസന്ധികളിലൂടെയാണ് ഈ കൃഷി ഉൾപ്പെടെ അവർ നടത്തിക്കൊണ്ട് പോകുന്നത്. പക്ഷെ എന്നിട്ടും ഇത്തരത്തിലേക്ക് കാലാവസ്ഥ പ്രതികൂലമായി ബാധിച്ചതോടുകൂടിയുള്ള നാശനഷ്ടമാണ് ഇവർ പറയുന്നത്. ഈ ഭാഗങ്ങളിൽ ഇപ്പോഴും മഴ തുടരുകയാണ്. ഇപ്പോൾ ഒരു ചെറിയ ശമനം മഴയ്ക്കുണ്ട്. എന്തായാലും 2000 കോഴികൾ ചത്തതിലൂടെ ഇവർക്ക് ഉണ്ടായത് ഏതാണ്ട് 5 ലക്ഷം. വഴിക്കടവിലെ മഴ ദുരിതത്തിന്റെ വിവരങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.